ചവറയിൽ ചായക്കട തകർത്ത നിലയിൽ വാഹനം ഇടിച്ചു തകർന്നതെന്നാണ് സൂചന. ചവറ കൊറ്റംകുളങ്ങര സ്വദേശി രാജുവിന്റെ കടയാണ് തകർന്നത്. ചവറ കൊറ്റംകുളങ്ങരയ്ക്ക് സമീപമാണ് ചായക്കടയുടെ മുൻഭാഗം തകർന്ന നിലയിൽ കണ്ടത്. കൊറ്റംകുളങ്ങര സ്വദേശി രാജുവിന്റെ ചായക്കടയുടെ മുൻഭാഗമാണ് തകർന്നത്. പോലീസ് എത്തി നടത്തിയ പരിശോധനയിൽ സമീപത്തെ CCTVയിൽ നിന്നും പിക്കപ്പ് വാൻ തിരിഞ്ഞു പോകുന്ന ദൃശ്യങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. വാഹനം ഇടിച്ചാണോ കട തകർന്നത് എന്ന കാര്യത്തിൽ വ്യക്തത ലഭിച്ചിട്ടില്ല. രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് ചായക്കട പ്രവർത്തിക്കുന്നത്. വീട്ടിൽ നിന്നും ആഹാരമുണ്ടാക്കി കടയിൽ കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്നതാണ് രീതി. പുലർച്ചെ 5-ന് രാജു കട തുറക്കാനെത്തിയപ്പോഴാണ് കടയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്ന നിലയിൽ കണ്ടത്. തുടർന്ന് ചവറ പോലീസിൽ പരാതി നൽകി. അടുത്തൊരു മാടാക്കട എടുത്ത് വർഷങ്ങളായിട്ട് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് സ്ഥിരമായിട്ട് വൈകുന്നേരം വരെ കച്ചവടമില്ല. രാവിലെ ഒരു 6 മണിക്ക് വന്ന് വീട്ടിൽ നിന്ന് തന്നെ എല്ലാം റെഡിയാക്കി കൊണ്ടുവന്ന് ഇവിടെ സപ്ലൈ ചെയ്യുവാണ്. ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോൾ ഞാൻ കട അടച്ചിട്ട് പോകും. കട അടച്ചിട്ട് ഇന്നലെ ഉച്ചയ്ക്ക് പോയി. ഇന്ന് രാവിലെ വന്ന് കട തുറക്കാൻ നോക്കിയപ്പോഴത്തേക്ക് ഏതോ വണ്ടി കൊണ്ടുവന്ന് ഇടിച്ച് കട മൊത്തം പൊളിച്ച് ഇട്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി പെറ്റീഷൻ കൊടുത്ത് പോലീസുകാർ ആദ്യം വന്ന് നോക്കിയിട്ട് പിന്നെ അന്നേരം SI ഇല്ലായിരുന്നു. SI പിന്നെ നേരത്തെ വന്ന് നോക്കി എല്ലാം കണ്ട് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഇയാളിതെല്ലാം കൊണ്ടുവന്നില്ലയോടോ, ഇയാൾ ഒരു കാര്യം ചെയ്ത് എങ്ങനെയെങ്കിലും തുറന്ന് ഇത് വൃത്തിയാക്കി ഇത് കൊണ്ടുവന്ന സാധനം ചീത്തയായിപ്പോയില്ല, 50,000 സാധനം ഇല്ല, അത് നഷ്ടപ്പെട്ടു പോകാതെ ഇയാളൊരു കാര്യം ചെയ്യും, ഇയാളത് കൊടുത്ത് കാശ് മേടിക്കാൻ പറ്റുന്ന ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ എനിക്കാണ് സ്ഥിരം ആയിട്ട് ഞാൻ തിരുവനന്തപുരം SP പോർട്ട് ഹോസ്പിറ്റലിലെ ഡിസ്കിൻ്റെ ഒരു കംപ്ലൈൻറ്റ് രോഗിയാണ്. സ്ഥിരമായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വേറെ ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല. ആകെ കൂടുതലുള്ള ഉപജീവന മാർഗം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണ്. വേറെ എനിക്കൊരു മാർഗങ്ങളുമില്ല. ഇത് ആര് ചെയ്തോ എന്തോ ആണെന്നുള്ളത് ഒന്നും ഒരു പിടിയുമില്ല. പോലീസ് എത്തി നടത്തിയ പരിശോധനയിലാണ് CCTV ദൃശ്യങ്ങൾ കണ്ടത്. സംഭവത്തിൽ അന്വേഷണം നടന്നുവരികയാണെന്ന് പോലീസ് പറഞ്ഞു. അലമാര, ഗ്യാസ് അടുപ്പ്, കടയുടെ ഷട്ടർ, സ്ലാബുകൾ തുടങ്ങിയവ പൂർണ്ണമായും തകർന്നു. രോഗിയായ രാജുവിന്റെ ഏക വരുമാന മാർഗമാണ് കട. ഈ കടയാണ് തകർന്നത്. ന്യൂസ് ബ്യൂറോ, ചവറ.